കഴിച്ചോ നിങ്ങൾ? ഇല്ല, എടുക്കുന്നു സമയമായി വരുന്നതേ ഉള്ളൂ. കഴിക്കുന്നതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. അതെ, ഞങ്ങൾക്ക് അതിനോട് ഞങ്ങളെ കണ്ടിട്ട് എന്തൊരു ക്ഷീണം തോന്നുന്നുണ്ടോ? കുറെ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ സമയം 1:36 നല്ല ഉച്ച സമയമായി. മഹിളാ മോർച്ചയുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സമരമാണ്. കുറേ സമയമായി തുടങ്ങിയിട്ട് നിരവധി പ്രവർത്തകരുള്ള വലിയൊരു സമരമാണ്. ഉച്ച ഭക്ഷണം കഴിക്കേണ്ട സമയമായി. പക്ഷേ പ്രവർത്തകരൊക്കെ വലിയ ആവേശത്തിൽ ഈ കാണുന്ന സെക്രട്ടേറിയറ്റിൻ്റെ മുകളിലേക്കൊക്കെ ഇപ്പുറത്തെ വശത്തൂടെ വലിഞ്ഞു കയറാനുള്ള ശ്രമമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ലക്ഷ്യം അതല്ല. നല്ല ബിരിയാണി ഇവിടെ സമരത്തിന് വന്നവർക്ക് കണ്ടോ, നിറയെ ബിരിയാണിയാണ്. ബിരിയാണിയും വെള്ളവും. സമരം കഴിഞ്ഞാലുടൻ ബിരിയാണി. എന്ത് ബിരിയാണിയാണ് കേട്ടോ? അത് നമ്മൾ തീരുമാനിച്ചില്ല. അത് ഇത് എന്ത് ബിരിയാണിയാണെന്ന് അറിയുമോ? വെജാണോ? വെജ് ബിരിയാണി. സാധാരണ ഈ സമരം കഴിഞ്ഞ് വെള്ളവും ബിരിയാണിയൊക്കെ കിട്ടുന്ന പുതിയ അനുഭവമായിരിക്കും. പുതിയ അനുഭവമാണ്. കഴിച്ചോ നിങ്ങൾ? ഇല്ല, എടുക്കുന്നു സമയമായി വരുന്നതേ ഉള്ളൂ. 1:40 ഒരു പ്രശ്നമല്ല. കഴിക്കുന്നതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. അതെ, ഞങ്ങൾക്ക് അതിനോട് ഞങ്ങളെ കണ്ടിട്ട് എന്തൊരു ക്ഷീണം തോന്നുന്നുണ്ടോ? കുറെ ഭക്ഷണമൊന്നും ഒരു പ്രശ്നമല്ല എന്ന് ആണ് പ്രവർത്തകർ പറയുന്നത്. ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്. കാരണം നല്ല പ്രവർത്തകരുണ്ട്. കഴിഞ്ഞ ദിവസം യുവമോർച്ച നടത്തിയ സമരത്തിലും ഇഷ്ടം പോലെ പ്രവർത്തകരുണ്ടായിരുന്നു. അതുപോലെ പ്രവർത്തകരുടെ എണ്ണം കൂടുതലായതുകൊണ്ട് ഇഷ്ടം പോലെ സാധനമുണ്ട്. അവിടെ ഓരോ സൈഡിൽ നിന്ന് ഓരോ ആളുകൾക്ക് കൊടുത്തുവിടുകയാണ്. ഓരോ ജില്ലയിൽ നിന്ന് വന്ന പ്രവർത്തകർക്കൊക്കെയാണെന്ന് തോന്നുന്നത്. അതായത് അവിടെ ഒരിടത്ത് ബിരിയാണി പൊട്ടിച്ച് അവർ പുറത്തേക്ക് കൊണ്ട് പോവുകയാണ്. ഇത് പിന്നെ വെജിറ്റബിൾ തന്നെയാണോ? നോക്കിയോ ബിരിയാണി? നോക്കിയില്ല. ഇല്ല. എന്ത് ബിരിയാണിയാണെന്ന് അറിയത്തില്ല. ഇത് നമ്മൾ കണ്ണൂരേക്ക് പോകേണ്ടതാണ്. അപ്പൊ കണ്ണൂരേക്ക് പോകേണ്ടതുകൊണ്ട് നമുക്ക് ട്രെയിനിന് വേണ്ടി ഫുഡ് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഫുഡാണിത്. അല്ലാതെ ഇവിടെ വരുന്നവർക്ക് ബിരിയാണി കൊടുത്ത് വിരിച്ചതല്ല. അല്ല, വരുന്നവർക്ക് ബിരിയാണി കൊടുത്താണെന്ന് ഞാൻ പറഞ്ഞോ? അല്ല, ഇപ്പൊ ചോദിച്ചത് എന്ത് ബിരിയാണിയാണെന്നല്ല ചോദിച്ചേ. അത് പ്രശ്നമില്ല. നമുക്ക് കഴിക്കാനുള്ള ഉച്ചഭക്ഷണം തുറന്നു നോക്കിയോന്നാണ്. ഇവിടുന്ന് തുറന്നു നോക്കാനുള്ള സാധ്യത നമുക്ക് ട്രെയിനിൽ കഴിക്കാനുള്ള ട്രെയിനിൽ പോകുന്ന ഇവർ കണ്ണൂരിൽ നിന്ന് വന്ന പ്രവർത്തകരാണ്. സംസ്ഥാന തലത്തിലുള്ള സമരമായിരുന്നു. അപ്പോൾ അവർ ട്രെയിനിൽ പോകാൻ വേണ്ടി വരുന്നപ്പോൾ അവർ കൊണ്ടുപോകുന്ന ഭക്ഷണമാണ്. അതുകൊണ്ട് അവരത് പൊട്ടിച്ച് നോക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും നമ്മൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കുറേ സമരങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഭക്ഷണമൊക്കെ കൊടുത്ത് ലൈവാക്കി പ്രവർത്തകരെ നിർത്തി BJP സമരം നടത്തി എന്നതാണ് ഇന്നത്തെ ഈ സമരം ഒരു വശത്ത് നടക്കുമ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ വശത്ത് നിൽക്കുമ്പോൾ കാണുന്ന ഒരു കൗതുകം. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.